വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്നത്. സ്നാപക യോഹന്നാന്റെ ദൗത്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുക. സ്നാപക യോഹന്നാൻ എന്തിനാണ് താൻ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന ആളാണ്. ആ ബോധ്യത്തോടുകൂടി തനിക്ക് പിന്നാലെ വരുന്നവന് സാക്ഷ്യം വഹിച്ചവനാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. അവന്റെ പാതകൾ നേരെയാക്കി ആ സത്യമായവനെ ചൂണ്ടിക്കാണിച്ചവനാണ് സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയത് എപ്പോഴാണ്? ആരെയാണോ താൻ ചൂണ്ടിക്കാണിച്ചത് അവൻ തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ സ്നാപകൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി തിരശ്ശീലയ്ക്ക് പുറകോട്ട് പോകുന്നത് നാം കാണുകയാണ് വചനത്തിൽ. ശരി പ്രിയപ്പെട്ടവരെ, നമ്മയും ഒത്തിരിയേറെ കടമകളും കർത്തവ്യങ്ങളും ദൗത്യങ്ങളും ഒക്കെ നാം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥപൂർണതയിൽ നാം ചെയ്തു തീർക്കാറുണ്ടോ? അപ്പോൾ നമുക്കും സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം പരിശ്രമിക്കാറുണ്ടോ? അവർ ഉയരുമ്പോൾ നാം അതിൽ സന്തോഷിക്കാറുണ്ടോ? ഇവിടെ സ്നാപകൻ സന്തോഷത്തിൽ പറയുകയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. എൻ്റെ ദൗത്യം ഇവിടെ പൂർത്തിയായി, അവിടെ അവൻ്റെ ദൗത്യം അവൻ ആരംഭിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ഒരു അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കൂടെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ നന്മയിലേക്ക് വളരുവാൻ അനുവദിക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കണമെന്ന് ഇന്നത്തെ ഈ വചനത്തിലൂടെ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് യാചിക്കാം. ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.